സഹോദരങ്ങളെ, നമ്മളെ അനിയൻ്റെ വീട്ടിലേ ഒരു മയിലിന്ന് വന്നിട്ടുണ്ട്. മയിൽ വീട്ടിൻ്റെ മൂണ്ടായത്ത് പുറത്തേ നല്ല ഉഷാറായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെരപ്പുറത്ത് മയിലൊന്നിരിക്കുന്നുണ്ട് കേട്ടോ. മാറും മയിൽ കുരങ്ങൊക്കെയാണ് ഇപ്പോൾ താരങ്ങൾ, മൊച്ചകളെന്നോ കുരങ്ങെന്നോ എന്തും പറയാം. ഇപ്പം നമ്മളെ പെരപ്പുറത്താണ്, അനിയൻ്റെ പെരപ്പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പം അടുത്ത ഒരെന്നെ മുകളിൽ കാണ്ട് പോറുന്നോ. പിന്നെ കണ്ട ചക്കൊക്കെ പൊയ്ത്ത കാലല്ലേ. അപ്പം ചക്ക നല്ല പിലാവിലൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള പിലാവിൽ ചക്ക ഉണ്ട്. അവർക്ക് മെയിനായിട്ട് ചക്കയാണ് ആവശ്യം. കൃഷികളൊക്കെ ഉണ്ടാക്കുന്ന ഇടങ്ങളിലൊക്കെ എന്ത് കൃഷിയാണെങ്കിലും അവർ കേടുവരുത്തും. മയിൽപ്പീലി മയിലില്ലേ മയിലേ മയിലേ ആയി മുണ്ടല്ലേടാ, നാളെന്താ അങ്ങനെ ഉച്ചമണ്ടല്. ഇത് നമ്മളെ മയില് കേട്ടാ. കണ്ടില്ലേ, രാജഗിരിയാണ്. ഫയോമിയ പൂവനാണ് ആ കാണണ്ടേ. അങ്ങനെ അവരെ കണ്ടക്കണേ, മയിലിനെ കണ്ടക്കണം. അതാണ് അവർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മയിലേ മയിലേ ഒന്ന് പോവാൻ നോക്ക് മയിലേ. ഇണക്കുള്ള മാതിരി പോകണമെന്നില്ല. രണ്ടാമത്തെ ചെറിയ അനിയൻ്റെ പുരയിലേക്ക് കയറി. ഇനി അവിടുന്ന് മേലോട്ട് കയറാനുള്ള പരിപാടി ഒരുക്കങ്ങളൊക്കെ കാണാണ്ട് അങ്ങനെ കയറുക. ഇപ്പോഴാണ് സാറായത്. അടുത്തോട്ട് വാ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കാണാനേ. അതാണ് മയിൽ. അപ്പം കുഞ്ഞുട്ടിൻ്റെ പരമൻ്റെ മുകളിലാണ്. എവിടെയും താവളം നോക്കുന്നുണ്ടാന്നോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കഴിക്കാന്നുള്ളതിലായിരിക്കും ചങ്ങായി നടക്കുന്നുണ്ട്. എവിടേക്കാണ് പമ്പർന്നോറ്റി പോകുന്നേ? മയിലേ മയിലേ എൻ്റെ മയിലേ ഒന്ന് വായോ, നീയൊന്ന് വായോ മയിലേ മയിലേ എൻ്റെ മയിലേ പുന്നാര മയിലേ ഒന്ന് വായോ. അവിടെ കയറിയാ? ഓക്കെ, കയറിക്കണം അവിടെ. എവിടേക്കാ പോകും?
ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദിവസങ്ങൾ ഓരോരോ അതിഥികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു മയിലാണ്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കുറുക്കനായിരിക്കും. കുറുക്കൻ വരുമ്പോൾ കൂട്ടായിട്ടാണ് വരിക, അല്ലെങ്കിൽ മൊച്ചാളായിരിക്കും. മൊച്ച ഉണ്ടാകുമ്പോൾ ഒരു 4-5 ആവും, അവരും ഉണ്ടാകും ഒരു കൂട്ടം. ചിലപ്പോൾ ഒറ്റട്ടൊക്കെ വരും. ഇന്നിപ്പോൾ ഒരു മയിലാണ് എത്തിയിട്ടുള്ളത്. മയിലിനെ മുന്നേ നല്ലോണം വന്നിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ ചക്ക പോയിട്ട് വികൽ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ മയിൽ പിന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അൻറോമാരെ വീട്ടിൻ്റെ മുകളിൽ ഒരാളിങ്ങനെ വന്നിട്ട് നല്ല കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ മയിൽ കൂടുതലുണ്ട്. അതിപ്പോൾ നമ്മളവിടെ വല്ലാതായിട്ടില്ല എന്നാൽ ഉണ്ടേനും. പക്ഷേ മൊച്ചകളുണ്ട് കേട്ടോ. മൊച്ചകളെല്ലാം പെറ്റ് പെരുകുന്നുണ്ട്. മൊച്ചകൾ വലിയൊരു ശല്യമാണ്. എന്താണെന്നാൽ ഒരു തേങ്ങ ഒക്കെ നല്ല വിലയുള്ള ടൈമാണ്. അവർ കഴിക്കൂല, എന്നാൽ കരിക്കെല്ലാം പൊട്ടിച്ചിട്ട് വെറുതെ കടിച്ചു പൊളിച്ചിട്ട് തുള്ളി വെള്ളം കുടിച്ചിട്ട് കരിക്ക് ഒരു കൊലയിൽ എത്ര ഉണ്ട് അതൊക്കെ ഉണ്ട് കാലിയാക്കി കളെ. മുല കടിക്ക് ഒതുങ്ങേണ്ട ഐറ്റാണെങ്കിൽ പൊട്ടി പോരുന്ന ഐറ്റാണെങ്കിൽ എല്ലാം ഒരു കടിച്ച് കേടെടുത്തും. നമ്മൾ വല്ല എറിഞ്ഞ് ആട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടുകൊണ്ട് ഞമ്മക്ക് ഏറും കിട്ടും. അപ്പോൾ മൊച്ചൻ്റെ ശല്യം ഭയങ്കരമാണ്. മറ്റുള്ള കൃഷികളാണെങ്കിൽ ഇനിയിപ്പോൾ വല്ല പഴങ്ങളുണ്ടാക്കിയതാണെങ്കിലും ഒക്കെ അവരെ കൊണ്ട്. അപ്പോൾ ഇത് വലിയൊരു മുസീബത്തായിട്ട് വരികയാണ് ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും. കൃഷി ഇപ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്തുള്ള എല്ലാ കൃഷികളും നശിപ്പിക്കുന്നൊരു സ്വഭാവമാണ് ഇപ്പോൾ മച്ചിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മയിൽ പിന്നെ അത്ര തന്നെ ശല്യക്കാരിയല്ല, പിന്നെ ഒരു ഇതുമല്ലേ, കാണാനൊരു രസമുള്ളൊരു ജീവിയല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കേണ്ടതാണെങ്കിൽ പുള്ളിക്കാരത്തും കേടെടുത്തു. മയിലാണെങ്കിലും ഇപ്പോൾ ഈ ചക്കരക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ മയിലിൻ്റെ ശല്യം ഭയങ്കരമാണ്. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നെൽകൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതലും വലിയൊരു ശല്യക്കാരനായിട്ട് കാണുന്നത് ഇപ്പോൾ മൊച്ചകളാണ്. ഒരു സാധനം ഉണ്ടാക്കാനായിക്കില്ല, ഒക്കെ വലിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും മറ കെട്ടി ആ മറൊക്കെ പൊളിച്ചിട്ട് നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സർക്കാർ അടിസ്ഥാനത്തിലോ യാതൊരു ഇതും ഇതിന് കൊടുക്കുന്നില്ല. വീടിൻ്റെ ഓട് വരെ ഇളക്കി വലിച്ചെറിയേണ്ട ഒരവസ്ഥ വന്നാൽ എന്താ അവസ്ഥ? ഓട് ഇളക്കിയിട്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ നോക്കുക, സീറ്റ് പൊളിക്കാൻ നോക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വയനാടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിയ പാത്രമെങ്കിലും ചട്ടിയും പാത്രം എടുത്തുണ്ടോ അവർ കയറി കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇതിനിപ്പോൾ നമ്മളെ നാട്, നമ്മളെ ഭരണകൂടമായതിന് സപ്പോർട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഓൽക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് പറഞ്ഞ മാതിരിയാണ്. എന്തെങ്കിലും ഒരു എന്താണ് അതിനുള്ളൊരു പരിഹാരം കാണണം. ഉപദ്രവകാരികളായി മാറുമ്പോൾ, മനുഷ്യർക്ക് ശല്യക്കാരായി മാറുമ്പോൾ അവർ വേണം. അല്ലെങ്കിൽ പിന്നെ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്ര വെച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സർക്കാർ ഏതെങ്കിലും ഒരു ഭരണത്തിന് കഴിയൂല. അത്യാവശ്യം അവർ വേണേനും നമുക്ക് ആവശ്യമാണ്. മയിലാണെങ്കിലും മറ്റുള്ള ജീവികളാണെങ്കിലും വെറുതെ മനുഷ്യന്മാർക്ക് ശല്യമുള്ള ഏരിയയിൽ നിന്ന് മറ്റുള്ള ഏരിയയിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നാവുക എന്നുള്ളതല്ലേ. തേങ്ങാക്കൊല മുഴുവൻ കേടെടുത്തിയാൽ എന്താ അവസ്ഥ? തേങ്ങയ്ക്ക് പോയി നല്ല വിലയുള്ള സമയം 400-500 റുപ്യ വെളിച്ചെണ്ണയ്ക്ക് വില. ആ സമയത്താണ് തേങ്ങൻ്റെ കൊല മുഴുവൻ എടുത്തിട്ട് പറിച്ച് കരിക്ക് വരെ നെച്ചിങ്ങ വരെ പൊട്ടിച്ചിട്ട് കേടെടുത്തുന്നത്. പിന്നെ ഒരു തെങ്ങിൻ്റെ മുകളിലൊരു 4-5 ആൾ 3-4 ആളുകളുടെ പട്ടമ്മ തൂങ്ങി ആടൽ തുടങ്ങി ആ പട്ട മുഴുവൻ പൊട്ടി കേടുവരിക. ഒരു തെങ്ങിൻ്റെ ഒക്കെ വില ഇപ്പോൾ നിശ്ചയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ്, തെങ്ങ് നടത്തുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ. മറ്റുള്ള വന്യജീവികളെ കൊണ്ടുള്ള കുറുക്കന്മാർ കോയിനെ പിടിക്കുന്ന ശല്യമുള്ളൂ. അത് ഓലെങ്ങനെ പൊന്തിയിലെവിടെയെങ്കിലും കോഴി ഉണ്ടാവില്ല. അത് നമുക്ക് വേലിയൊക്കെ കെട്ടി ഓലെ എങ്ങനെയെങ്കിലുമൊക്കെ സംരക്ഷിക്കാമെന്നറിയാം. കുറേയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു പിടിച്ചത്. അതായാലല്ല തേങ്ങാക്കൊലമ്മ കയറിയിട്ട് ഒരു കൊലയിലുള്ള തേങ്ങ 10 ഉണ്ടെങ്കിൽ ആ 10 പൊട്ടിച്ചെറും. ഇപ്പോൾ നമ്മൾ സ്ഥിരം അവിടെ കാണുന്നതാണ്. മുന്നൊക്കെ വീഡിയോ എടുത്താണ്. പൊട്ടിച്ചെറി നമ്മളാണ്ട് ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഓങ്ങലയ്യും. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളും പങ്കുവെക്കുക.